الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فقد قال الله سبحانه وتعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അടുക്കുക എന്നത് ഒരടിമയ്ക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹമാണ്. ഏത് അനുഗ്രഹങ്ങളും അതിനോട് കടപിടിക്കുകയില്ല. അള്ളാഹുവിൻ്റെ ഇഷ്ടം അത് വെറും ആഗ്രഹം കൊണ്ട് നേടിയെടുക്കാൻ പറ്റിയതല്ല. കാരണം അതൊരു വലിയ പദവിയാണ്. അതിന് ഇഖ്ലാസ് വേണം, സിദ്ഖ് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ വേണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഈമാനിന്റെ സിദ്ഖ് ബോധ്യപ്പെടുന്ന ചില അടയാളങ്ങളുണ്ട്. അയാളുടെ ഖൽബ് അല്ലാഹുവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലാഹുവുമായി അടുത്തതാണ് എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ചില അടയാളങ്ങളുണ്ട്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ 4 അടയാളങ്ങൾ ആ വിഷയകമായി പ്രതിപാദിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഈ 4 കാര്യങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിനോട് എത്രത്തോളം അടുത്തിട്ടുണ്ട് എന്നും എൻ്റെ ഖൽബിൽ അല്ലാഹു എത്രത്തോളം
ഇഷ്ടമുള്ളതാണ് എന്നൊക്കെ എനിക്ക് ബോധ്യപ്പെടാൻ പറ്റുന്ന 4 ഇടങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഇടം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഒരു ദിവസം പൂർത്തിയാക്കി അവൻ ഉറങ്ങാൻ പോകുന്ന സമയമാണ്. മറ്റെല്ലാ ജോലി തിരക്കുകളിൽ നിന്നും ഒഴിവാകുന്ന സമയം, തൻ്റെ ശരീരം പൂർണ്ണമായും വിശ്രമത്തിലേക്ക് പോകാൻ പോകുന്ന സമയം, അവിടെ മറ്റു വേറെ ഒരു ചിന്തകളും ഇല്ലാതെ കൽബ് പൂർണ്ണമായും ഒഴിവായി നിൽക്കുന്ന സമയം. ആ സമയത്ത് എൻ്റെ കൽബ് അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണോ ഇല്ലേ, എനിക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം അവൻ താൻ ഉറങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദിവസം അവസാനിക്കുമ്പോൾ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടതോ ചെയ്തുകൊണ്ടായിരിക്കും അവൻ ഉറങ്ങാൻ പോവുക. കാരണം ആ ഉറക്കത്തിൽ നിന്ന് ഇനി അവൻ എഴുന്നേൽക്കുമെന്ന് ഒരു ഉറപ്പുമില്ലല്ലോ. ഈ രാത്രിയോടൊരു പക്ഷേ എൻ്റെ ജീവിതം അവസാനിക്കാം. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്തുകൊണ്ട് അവസാനിക്കുവാനായിരിക്കും ഏറ്റവും താല്പര്യപ്പെടുക. അവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില വാക്കുകളെ നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. എൻ്റെ തലയിണയിലേക്ക് ഞാൻ എൻ്റെ തല ചേർത്ത് വെക്കുമ്പോൾ, ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ, എൻ്റെ കൽബിൽ ഏറ്റവും അധികം ബന്ധമുള്ള എൻ്റെ റബ്ബുമായി, എൻ്റെ റബ്ബിനെ ഓർത്തുകൊണ്ടും അവനെ സ്മരിച്ചുകൊണ്ടും അവനോട് തന്നെ ഏൽപ്പിച്ചുകൊണ്ടുമായിരിക്കും ഒരു വിശ്വാസി ഉറങ്ങാൻ കിടക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ചില നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ശരീരം വൃത്തിയായിട്ടായിരിക്കും അയാൾ ഉറങ്ങാൻ പോവുക. അതുകൊണ്ടാണ് നീ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ നിസ്കാരത്തിന് ഉളു എടുക്കുന്നത് പോലെ നീ ഉളു എടുക്കണം എന്ന് പറഞ്ഞത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള കൃത്യമായ ഓർമ്മയിലായിരിക്കണം നിന്റെ ഉറക്കത്തിലേക്കുള്ള വീഴ്ച. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്ത് പിശാച് വന്നതുമായി ബന്ധപ്പെട്ട, അഥവാ മനുഷ്യരൂപത്തിൽ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന ഒരാളുമായി ബന്ധപ്പെട്ട ഒരു സജീവ ചർച്ച, അതിന്റെ അവസാനത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വന്നയാൾ ഇങ്ങനെ പറഞ്ഞു എന്ന്. അതെന്താ? വന്നയാൾ എനിക്കൊരു ഉപദേശം തന്നു. ആ ഉപദേശം ഇദാ അവൈത ഇലാ ഫിറാശിക് ഫഖറ ആയത്തുൽ കുർസി, നീ കിടക്കുന്ന നിന്റെ കിടക്കപ്പായയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നീ ആയത്തുൽ കുർസി ഓതണം. ഫഇന്നഹു ലാ യസാലു അലൈക മിനല്ലാഹി ഹാഫിദ്. ചില റിപ്പോർട്ടുകളിൽ ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിദ് എന്ന് കാണാം. നിനക്ക് അള്ളാഹുവിന്റെ അടുത്തുനിന്ന് ഒരു സംരക്ഷകൻ ഉണ്ടാകും. വലാ യഖറബക ശൈത്താൻ ഹത്താ തുസ്ബിഹ്. നീ പ്രഭാതത്തിലാകുന്നത് വരെ ഒരു പിശാചും നിന്റെ അടുത്ത് വരികയില്ല എന്നെനിക്ക് ഉപദേശം തന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, സദൂഖുൻ കദൂബുൻ, അവൻ കള്ളം പറഞ്ഞവനാണ്, കള്ളനാണ്, പക്ഷേ ഈ പറഞ്ഞത് സത്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. എന്ന് പറഞ്ഞാൽ ഒരാൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിന് തൊട്ടു മുമ്പ് അവൻ തന്റെ റബ്ബുമായുള്ള ബന്ധം ഏറ്റവും സുദൃഢമാക്കിയിട്ട് വേണം അയാൾ ഉറങ്ങാൻ. നമ്മൾ സാധാരണഗതിയിൽ ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകൾ അതൊക്കെ പലപ്പോഴും പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33, 33, 34 ഈ എണ്ണം കണക്കാക്കി അത് പറഞ്ഞിട്ടാണ് നമ്മൾ ഉറങ്ങാൻ ഭൂരിപക്ഷം വിശ്വാസികളും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവസാനമായി നിന്റെ കണ്ണടയുമ്പോൾ, നീ കണ്ണ് ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ പറയേണ്ടുന്ന ഒരു പ്രാർത്ഥന, വളരെ വിശാലമായ ഒരു പ്രാർത്ഥന അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വദ്തു അംരി ഇലൈക വഅൽജഅതു ളഹ്രി ഇലൈക റഗ്ബതൻ വറഹബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമന്തു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. ഈ പ്രാർത്ഥന നീ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ,
നിന്റെ ഉറക്കത്തിലേക്കുള്ള വീഴ്ചയിൽ നിന്റെ നാവിൽ നിന്ന് അവസാനമായി വരേണ്ടത് ഈ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നീ ഉറക്കത്തിലേക്ക് വീഴണം. അങ്ങനെ നീ ഉറങ്ങിക്കഴിഞ്ഞാൽ ആ രാത്രിയോ നീ മരണപ്പെട്ടു പോയാൽ മുവഹിദായ രൂപത്തിൽ തന്നെയാണ്, ഈമാനോട് കൂടിയാണ് നീ മരിച്ചിട്ടുള്ളത്. ഇനി പ്രഭാതത്തിലെത്തിയാലോ ഖൈറായ രൂപത്തിലാണ് നീ പ്രഭാതത്തിലേക്ക് വരുന്നത്. വളരെ ശക്തമായ ഒരു പ്രാർത്ഥന. തന്റെ ഖൽബ് തന്റെ റബ്ബുമായി ബന്ധമുണ്ട് എന്നത് വളരെ ശക്തമായി ബോധ്യപ്പെടുത്തുന്ന വാക്കുകൾ. അല്ലാഹുമ്മ അസ്ലംതു നഫ്സീ ഇലൈക്, അല്ലാഹുവേ ഞാൻ എന്നെ നിന്നിൽ സമർപ്പിക്കുകയാണ്. അസ്ലംതു നഫ്സീ ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക, ഞാൻ എൻ്റെ മുഖം നിന്നിലേക്ക് നേരിടിക്കുകയാണ്, ഞാൻ നിന്നിലേക്ക് നേരിടുകയാണ്. വഫവ്വദ്തു അംരീ ഇലൈക്, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അല്ലാഹുവേ നിന്നെ ഏൽപ്പിക്കുകയാണ്. വഅൽജഅ്തു ളഹ്രീ ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക്, എൻ്റെ പാർശ്വത്തെ നിന്നിലേക്ക് പേടിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും ഞാൻ ഇതാ ചേർത്തു വെക്കുകയാണ്. ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക്, അല്ലാഹുവേ നിന്നിൽ നിന്നല്ലാതെ നിന്നിലേക്കല്ലാതെ ഒരു അഭയവും ഒരു രക്ഷാസങ്കേതവും ഇല്ല. അല്ലാഹ് ആമന്തു ബികിതാബികല്ലദീ അൻസൽത, നീ ഇറക്കിയ വേദഗ്രന്ഥമായ ഖുർആനിൽ ഞാൻ വിശ്വസിച്ചു. വബിനബിയികല്ലദീ അർസൽത, നീ അയച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ഞാൻ വിശ്വസിച്ചു. അല്ലാഹ്, ഈ വർത്തമാനം പറഞ്ഞിട്ടാണ് അയാൾ ഉറങ്ങുക. എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരന്മാർ സഹോദരിമാർ ശ്രദ്ധിക്കുക. ഈ കഴിഞ്ഞ ദിവസം രാത്രി കിടന്നപ്പോഴും ഇങ്ങനെയാണോ ഞാൻ കിടന്നത്? അള്ളാഹുവിനോടുള്ള എൻ്റെ ഖൽബിന്റെ ബന്ധം സുദൃഢമായിരുന്നോ? ഞാൻ വിശ്വസിച്ച ഈമാൻ സിദ്ഖാണോ എന്നെനിക്ക് ബോധ്യപ്പെടാൻ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ബന്ധത്തെ കൃത്യമായി അളന്നെടുക്കാൻ ഞാൻ ഉറക്കത്തിലേക്ക് വീണപ്പോൾ അങ്ങനെയായിരുന്നോ എന്ന് മനസ്സിലാക്കണം, അന്വേഷിച്ചു നോക്കണം, ചിന്തിക്കണം, നാം പരിശോധിക്കണം. എന്നാൽ ഇന്ന് മഹാഭൂരിപക്ഷം ആളുകൾ ഉറങ്ങണം എങ്ങനെയാ? ഇന്ന് മഹാഭൂരിപക്ഷം ആളുകളുടെ ഉറക്കം എങ്ങനെയാ? അവസാനം വരെ മൊബൈൽ കണ്ട്, മൊബൈലിലെ പാട്ടുകളും റീൽസുകളും മറ്റു പലതും കണ്ട് 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 അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിപ്പോകുന്ന വല്ലാത്തൊരവസ്ഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക അവന്റെ അവസാനത്തെ പരിഗണിച്ചുകൊണ്ടാണെന്നാണ്. ഏതൊരു അമലിന്റെയും അതിന്റെ സ്വീകാര്യത അതിന്റെ ഖവാത്തീമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്നാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു രാത്രി ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങി, പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ എൻ്റെ അവസാനം അള്ളാഹു ഇഷ്ടപ്പെടാത്ത, റബ്ബുമായി ബന്ധമില്ലാത്ത, പൂർണ്ണമായും ഈ കടുത്ത ഹൃദയത്തിന്റെ ഉടമയായിട്ടായിരിക്കുമല്ലോ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാകുക. ശ്രദ്ധിക്കണം. ഇപ്പൊ പരിശോധിക്കാൻ നമുക്ക് ഉറപ്പായി. രാത്രി കിടക്കുമ്പോൾ ഞാൻ എൻ്റെ റബ്ബുമായി ശരിക്ക് ബന്ധം സ്ഥാപിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ റബ്ബിനോട് ബന്ധമുള്ളവനാണ്, ഞാൻ എൻ്റെ റബ്ബിനെ ഇഷ്ടപ്പെടുന്നവനാണ്, ആ റബ്ബ് എന്നോട് താല്പര്യമുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടാൻ ഇത് തന്നെ ധാരാളം മതി. ഒന്നതാണ്. രണ്ടാമത്തത്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം. ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം, ആ സമയത്ത് തൻ്റെ കൽബിൽ റബ്ബിനോടുള്ള ബന്ധം സുദൃഢമാണെങ്കിൽ, തൻ്റെ ഈമാൻ ശരിക്ക് ശുദ്ധുക്കുള്ളതാണെങ്കിൽ, അയാളുടെ നാവിൽ നിന്ന് ആദ്യം വരുന്ന വർത്തമാനം തൻ്റെ റബ്ബിനുള്ള ഹംദായിരിക്കും. കാരണം കണ്ണു തുറക്കുന്നതോടെ മരിച്ചിട്ടില്ല, ജീവിച്ചിട്ടുണ്ട്, അള്ളാഹു ഒരവസരം കൂടി എനിക്ക് തന്നിട്ടുണ്ട്, ഒരവസരം കൂടി തന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് അവന്റെ നാവിൽ നിന്ന് ആദ്യം റബ്ബുമായുള്ള ബന്ധമാണ് വരിക. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്, ഒരു പുതിയ സന്ദർഭത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സമയത്ത് അത് നിനക്ക് നൽകിയ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിന്റെ കൽബിൽ വരും. ആ റബ്ബിനെ കുറിച്ചുള്ള ബന്ധം നിന്റെ ഹൃദയത്തിൽ സുദൃഢമാണെങ്കിൽ നിന്റെ നാവ് അറിയാതെ പറയും അൽഹംദുലില്ലാഹ്,
അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അവൻ പറഞ്ഞു, ഇന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പുള്ള എത്ര ആളുകൾ നമ്മുടെ മുന്നിലുണ്ടാവും? ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് സ്വന്തത്തോടൊന്ന് ചോദിച്ചു, ഇന്ന് ഞാൻ പറഞ്ഞിരുന്നോ? ഇല്ല. അല്ലെങ്കിൽ പറഞ്ഞു, അൽഹംദുലില്ലാ, എന്റെ റബ്ബ് എനിക്ക് തന്ന സമ്മാനമാണത്. അൽഹംദുലില്ലാ അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. മരണത്തിന് ശേഷം ജീവൻ നൽകിയ അല്ലാഹുവേ. കാരണം മരണമാണ്. പരിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം സൂറ അസ്-സുമറിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയുംസികു അല്ലതീ ഖദാ അലൈഹൽ മൗത വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ. അല്ലാഹുവാണ് മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചെടുക്കുന്നവൻ. മരണം തീരുമാനിച്ചവയെ, അതുപോലെ ഉറങ്ങുന്നവയെ, മരണം തീരുമാനിക്കാത്തവയെ ഉറക്കവേളയിലും പിടിച്ചെടുക്കുന്നുണ്ട്. മരണം തീരുമാനിച്ചത് അവിടെ വെക്കുകയും അല്ലാത്തതൊരു നിശ്ചിതാവധിക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുമെന്ന് ഖുർആൻ. എന്റെ റൂഹ് അങ്ങ് പോയിട്ട് തിരിച്ചു വന്ന് അത് വന്നു എന്നെനിക്ക് ബോധ്യമാകുന്നു. എന്റെ റബ്ബ് എനിക്കൊരു അവസരം കൂടി തന്നിരിക്കുന്നു, ഒരു പുതിയ ദിവസം. എന്റെ കാര്യങ്ങളെ, പ്രവർത്തികളെ കൃത്യമാക്കാൻ എന്റെ റബ്ബ് എനിക്ക് തന്നൊരു സമ്മാനമാണ് ഇന്നത്തെ ദിവസം. അൽഹംദുലില്ലാ. അത് പറയാൻ നിന്റെ നാവ് ചലിക്കും. നിന്റെ ഖൽബ് അല്ലാഹുവുമായി ബന്ധമുള്ളതാണെങ്കിൽ, നിന്റെ ഈമാൻ സത്യസന്ധമാണെങ്കിൽ, അല്ലാഹുവിലുള്ള വിശ്വാസം കൃത്യമാണെങ്കിൽ നിന്റെ നാവ് അത് പറയാതിരിക്കില്ല. അത് നിന്റെ ഖൽബിൽ നിന്ന് വരുന്ന വർത്തമാനമാകും. മാത്രമല്ല, അവിടെ ഒരു വാക്ക് കൂടി അവൻ പറയുന്നുണ്ട്, വഇലൈഹിൻ നുശൂർ. ഈ പകലിൽ എപ്പോഴെങ്കിലും ഞാൻ മരിച്ചു പോയാലും എന്റെ റബ്ബിന്റെ അടുത്തേക്ക് തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഈ ഒരു ബോധ്യത്തോടെ, ഈ ഒരു കൃത്യമായ ഒരു പോസിറ്റീവ് ചിന്തയിലൂടെയാണ് ഒരു വിശ്വാസി എഴുന്നേറ്റ് വരിക. അങ്ങനെ വരാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാളുടെ ഖൽബ് റബ്ബുമായി ബന്ധമുള്ളതാണ് എന്ന് ബോധ്യപ്പെടാം. 2. ഇനി മൂന്നാമത്തെ ഇടം, അത് നിസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഒരാളുടെ ഈമാനിന്റെ തഖ്വിയത്ത് അറിയണോ, ഒരാൾക്ക് അല്ലാഹുവുമായി ഏറ്റവും അധികം ബന്ധമുണ്ടോ എങ്കിൽ അയാൾക്ക് നമസ്കാരത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയും വളരെ ബന്ധവും അയാൾക്കുണ്ടാകുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് അതിലേക്ക് ചേർത്ത് വെക്കേണ്ടതുണ്ട്. അതെന്താ? റസൂൽ പറഞ്ഞു, വജുഇലതു ഖുർറത്തു ഐനി ബിസ്സലാ. എന്റെ കണ്ണിന്റെ കുളിർമ അത് നിസ്കാരത്തിലാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക എന്ന് പറയുന്നത് വലിയ ആഗ്രഹമുള്ളതും ഹൃദ്യമായതും ഏറ്റവും സന്തോഷവും ഏറ്റവും രസം തോന്നുന്നതുമൊക്കെ നമസ്കാരമാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നല്ലൊരു ആനന്ദമാണ്. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു അനുഭൂതിയാണ്. കാരണം എന്താണെന്നറിയോ? താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തൻ്റെ റബ്ബുമായുള്ള മുനാജാത്താണ് നിസ്കാരം. അങ്ങനെ എത്രത്തോളം എഫക്റ്റ് ആകുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. എൻ്റെ നിസ്കാരം അത്രത്തോളം എഫക്റ്റീവ് ആണോ? എനിക്ക് ആകും എപ്പോൾ ഖൽബ് അല്ലാഹുവുമായി തലബ്ബുസാണെങ്കിൽ, ഖൽബ് അല്ലാഹുവുമായി ബന്ധമുള്ളതാണെങ്കിൽ എൻ്റെ നമസ്കാരം വെറും ഒരു വഴിപാടായി മാറില്ല. ആത്മാർത്ഥതയും താല്പര്യവും ഏറ്റവും അധികം ആഗ്രഹവും ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുന്ന സമയം ഒന്ന് അല്പം വൈകിയാൽ മതി, ഒന്ന് വൈകിയാൽ മതി. അപ്പോഴേ നമുക്ക് ദേഷ്യം വന്നു തുടങ്ങും, അപ്പോഴേക്ക് നമുക്ക് ബേജാറ് വന്നു തുടങ്ങും. കാരണം എന്താണെന്നറിയോ? നമുക്കിത് പെട്ടെന്ന് തീർത്തിട്ട് പോകണം, ഇതെങ്ങനെയെങ്കിലും പൂർത്തിയാകുക, അപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഖൽബ്. അങ്ങനല്ല. ഞാൻ ഒരു സംഭവം പറയാൻ പെട്ടെന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി, അന്ന് പ്രവാചകന്റെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെയും അതിനുശേഷവും ഒക്കെ സ്ത്രീകൾ പള്ളിയിലുണ്ട്. സ്ത്രീകൾ മാത്രമല്ല, കുട്ടികളും പള്ളിയിലുണ്ട്. അങ്ങനെ ഒരു ഇശാഇന്റെ സമയം എല്ലാവരും പള്ളിയിൽ വന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടില്ല. നബിതങ്ങൾ 10 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വരേണ്ട ആളല്ല, ഒരു മദലിന്റെ അപ്പുറത്തുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷമ്മ ബീവിയുടെ വീട്ടിലാണ്. അതായത് മസ്ജിദുൻ നബവിയായി നിങ്ങളിത് കണ്ടാൽ
ആ കാണുന്ന മതിലിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന വഴി, ആ റൂം ഏതാണോ അതാണ് ആയിഷ ബീവിയുടെ വീട്. മിമ്പറിന്റെയും മെഹ്റാബിന്റെയും ഈ മിമ്പറിന്റെയും അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന്റെ ഇടയിലുള്ള ഈ വഴി ഇങ്ങനെ, അതിൻ്റെ ഉള്ളിലുണ്ട് പ്രവാചകൻ. വന്നിട്ടില്ല. കുറേ കാത്തിരുന്നു. എല്ലാവരും കുറെ കാത്തിരുന്നു. അവസാനം പുറകിലിരിക്കുന്ന സ്ത്രീകൾ, കുട്ടികൾ അവരൊക്കെ ഉറങ്ങിത്തുടങ്ങി, കാത്തിരുന്നിരുന്നിരുന്ന് ഉറങ്ങി. അപ്പോഴാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വീടിന്റെ ആ വാതിലിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നാമൻ നിസാഉ വസ്സുബിയാനു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉറങ്ങിത്തുടങ്ങിയിരിക്കുന്നു. സ്ത്രീകളും കുട്ടികളൊക്കെ ഉറങ്ങി നബിയെ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ഇന്ന് ചില ആളുകളൊക്കെ പറയാറുണ്ട് സ്ത്രീകൾ പള്ളിയിൽ പോകാൻ തന്നെ പാടില്ല, അതൊക്കെ ആദ്യകാലത്തുണ്ട്, പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന്. എന്ന പ്രവാചക ജീവിതത്തെ നോക്കിയാൽ സ്ത്രീകൾ വരേണ്ടതില്ല എന്ന് പറയാൻ പറ്റുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ട് പോലും നബി തങ്ങൾ വരണ്ട എന്ന് പറഞ്ഞില്ല. നിങ്ങൾ നോക്ക്, സ്ത്രീകളൊക്കെ ഉറങ്ങുന്നു, കുട്ടികളൊക്കെ ഉറങ്ങണമെന്ന് വിളിച്ചു പറഞ്ഞു. പ്രവാചകൻ ഇറങ്ങി വന്നു, ഇശാഇന് ഇഖാമത്ത് കൊടുത്തു, നമസ്കാരം നിർവഹിച്ചു. നമസ്കാരം കഴിഞ്ഞ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പറഞ്ഞു, സ്ത്രീകളെ നിങ്ങൾ ഈ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ കാത്തിരുന്ന് ഇവിടെ നിന്ന് ഉറങ്ങണോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലെ ജോലിയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കണം, നിങ്ങളെന്നാ വീട്ടിൽ ഇരുന്നാൽ മതി, എന്തിനാ ഇവിടെ വന്നിരിക്കണത് എന്ന് നബി തങ്ങൾ ചോദിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മറുപടി എന്താ പറയുക പ്രവാചകൻ എല്ലാവരോടും? പ്രവാചകൻ പറഞ്ഞു, ഒരാൾ ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തെ കാത്തിരിക്കുമ്പോഴെല്ലാം അയാൾ നിസ്കാരത്തിൽ എന്ന പോലത്തെ പ്രതിഫലം അയാൾക്ക് ലഭിക്കുന്നതാണ്. കാത്തിരിക്കുന്ന സമയത്തോളം അയാൾക്ക് പ്രതിഫലം കൂടുതൽ ലഭിക്കുമെന്നാണ്. കാരണം അത്രയും ഇൻട്രസ്റ്റ് അയാൾക്ക് നിസ്കാരത്തോട് ഉണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് അത്രയും പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്റെ നിസ്കാരത്തിലേക്ക് ഞാൻ ഇങ്ങനെ കൈകെട്ടി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഞാൻ പൂർണാർത്ഥത്തിൽ അതിലേക്ക് മുഴുകിയിട്ടുണ്ടാവും. ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള മുനാജാത്ത്, എൻ്റെ റബ്ബെന്നെ കാണാൻ ഞാൻ എൻ്റെ റബ്ബിന്റെ മുന്നിൽ അവൻ ഇബാദത്തെടുക്കുകയാണ്. ആ ഒരു ചിന്തയും ബോധവും നമ്മുടെ കൽബിൽ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പ് നമ്മുടെ കൽബ് അള്ളാഹുവുമായി ബന്ധമുള്ളതാണ്, അള്ളാഹുവുമായി നമുക്ക് അടുപ്പമുണ്ട്, നമ്മുടെ ഈമാൻ സത്യസന്ധമാണ്. അല്ലെങ്കിൽ അതൊരു കടമ നിർവഹിക്കലായി മാത്രം തീർന്നു പോകും. ഇതൊക്കെ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹത്തോട് പഠിപ്പിച്ചു തന്നിട്ടുള്ള വിഷയതാണ് അള്ളാഹുവിനെ ഓർക്കാൻ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, പ്രവാചകൻ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത് അഖിമിസ് സ്വലാത്ത ലിദിക്രി എന്നാണ്. അഖിമിസ് സ്വലാത്ത ലിദിക്രി എന്നാണ്. എന്നെ ഓർക്കുന്നതിന് വേണ്ടി, എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി നീ നിസ്കാരം നിർവഹിക്കണം എന്ന്. അപ്പൊ അതിന്റെ അർത്ഥം അള്ളാഹുവുമായുള്ള എൻ്റെ ബന്ധം ഏറ്റവും സുദൃഢമാകുന്ന സന്ദർഭമാണ് നിസ്കാരം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം സുജൂദുമാണ്. അഖറബുമാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരടിമ തന്റെ റബ്ബിലേക്ക് ഏറ്റവും അടുക്കുന്ന സമയം സുജൂദാണ് എന്നാണ്. എന്നാൽ സാധാരണഗതിയിൽ ഏറ്റവും കുറഞ്ഞ സമയം കിടക്കുന്ന സ്ഥലവും സുജൂദാണ്. സുജൂദിൽ നിന്ന് അങ്ങോട്ട് എത്താൻ പെട്ടെന്ന് തിരിച്ചു വരാന്ന് അല്ല, സമ്പൂർണമായി തന്റെ റബ്ബിന്റെ മുന്നിലുള്ള വിധേയത്വം ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും സുന്ദരമായ സന്ദർഭമാണ് സുജൂദ്. തന്റെ ശരീരത്തിലെ ഏറ്റവും പ്രകടമായ, ഏറ്റവും പവിത്രമായ മുഖം അത് മണ്ണിലേക്ക്, ഭൂമിയിലേക്ക്, താഴേക്ക് കൊണ്ടുപോയി നെറ്റിത്തടം ചേർത്ത് വെച്ച് കൈയും കാലും എല്ലാം ഒരുപോലെ സമ്പൂർണമായി റബ്ബിന്റെ മുന്നിലേക്ക് കീഴൊതുങ്ങി കൊടുക്കുന്ന അതിസുന്ദരമായ ഇടമാണ് സുജൂദ്. അവിടെ പോലും അല്പനേരം കിടക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങോട്ട് കയറുക. ചില ആളുകളൊക്കെ ഈ ഒരു സൂസൂസ് എന്ന് മാത്രമേ കേൾക്കുള്ളൂ. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തിൽ ഏറ്റവും കൂടുതൽ റുക്കൂഇലും സുജൂദിലും പറഞ്ഞ വാക്ക്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക എന്ന് തുടങ്ങുന്ന ഈ വാക്ക് റസൂല പറയാനുള്ള കാരണം എന്താണ്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. ഈ ആയത്ത്, ഈ അധ്യായം ഇറങ്ങിയത് മുതൽ നബി തങ്ങൾ വഫാത്താകുന്നത് വരെ ആ വാക്കായിരുന്നു തസ്ബീഹും തഹ്ലീലും
ഇസ്തിഗ്ഫാറും ഒക്കെ ചേർന്ന് വരുന്ന അതായിരുന്നു പ്രവാചകൻ റുക്കൂഇലും സുജൂദിലും പറഞ്ഞിരുന്നത്. അങ്ങനെ കൈകളും മുഖവുമൊക്കെ അമർത്തി അങ്ങനെ ഇരുന്ന് റബ്ബിനോട് ബന്ധപ്പെടുന്ന സുന്ദരമായ സന്ദർഭം. പ്രിയപ്പെട്ടവരെ, എന്റെ നിസ്കാരം ഈ രൂപത്തിൽ എനിക്ക് ഹൃദ്യമാണ് എന്ന് നിങ്ങൾക്കും എനിക്കും ബോധ്യമാകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ കൽബ് എന്റെ റബ്ബുമായി ഏറ്റവും അടുത്തതും എന്റെ റബ്ബിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കൽബുമാണ് എന്റേത് എന്ന് എനിക്ക് ബോധ്യപ്പെടാൻ കഴിയുമെന്നാണ്. ഇനി നാലാമത്തെ ഇടം കൂടി ഞാൻ പെട്ടെന്ന് പറയാം. നാലാമത്തെ ഇടം അദ്ദേഹം പറയുന്നത്, ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയും റബ്ബിലേക്കുള്ള ബന്ധവും സുദൃഢമാണെങ്കിൽ വേറെ എന്തിലേക്കും തിരിയുന്നതിന് മുമ്പ് തന്റെ റബ്ബിലേക്കാണ് തിരിയുന്നതെങ്കിൽ ഉറപ്പ് അയാൾക്ക് തന്റെ റബ്ബാണ് ഏറ്റവും വലുതെന്ന് ബോധ്യമാകും. ഞാൻ എൻ്റെ ഇവിടെ ഇരിക്കുന്ന കേൾക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു ചെറിയ പ്രയാസം വന്നാൽ, ഉദാഹരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നെന്ന് നോക്കുക. ആ മുസീബത്ത് വന്നാൽ നിങ്ങൾ ആദ്യം പറയുന്ന വാക്ക് എന്തായിരിക്കും എന്ന് പരിഗണിച്ചാൽ മതി. മനസ്സിലായി ഞാൻ പറഞ്ഞ്? ഞാൻ എൻ്റെ കാറുമായി പോവുകയാണ്. കാറ് പെട്ടെന്നൊരു സൈഡിൽ ഒരു സ്ഥലത്തൊന്നും തട്ടി. ആ സമയത്ത് എൻ്റെ റബ്ബ് എൻ്റെ മനസ്സുമായി എൻ്റെ റബ്ബുമായി ബന്ധമുള്ള കൽബാണ് എൻ്റെതെങ്കിൽ ഞാൻ എൻ്റെ നാവിൽ നിന്ന് ആദ്യം പറയുന്ന വാക്ക് എന്തായിരിക്കും അറിയോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നതാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ വിചാരിക്കും അത് മരിച്ചു എന്ന് കേൾക്കും പറയുന്ന വാക്കാണെന്നാണ്. അല്ല, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റബ്ബിലേക്കാണ് മടങ്ങുക. കൽബ് റബ്ബിലേക്ക് ബന്ധപ്പെടല. സാധാരണഗതിയിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മക്കയിലെ മുശ്രിക്കുകളുടെ സ്വഭാവം, അവർ പോലും പ്രയാസഘട്ടത്തിലേക്ക് എത്തിയാൽ അവർ കപ്പലിൽ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ മുസീബത്ത് അവരെ പിടികൂടിയാൽ കപ്പൽ കടലിളകുകയും തിരമാല ഉയരുകയും മരണത്തെ മുന്നിൽ കാണുകയും ചെയ്താൽ ലാത്തയെന്നോ ഉസ്സയെന്നോ മനാത്തയെന്നോ അവരാരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെയും വിളിക്കില്ല, അല്ലാഹ് എന്നായിരിക്കും അവർ വിളിക്കുക. അള്ളാഹുവേ രക്ഷിക്കണേ എന്നായിരിക്കും അവർ പറയുക. ഒരു വിശ്വാസി ഇതിന്റെ മേലെ നിൽക്കേണ്ടതല്ലേ? ഇതൊരു മക്കയിലെ മുശ്രിക്കുകൾ പോലെ അങ്ങനെ ആയിരുന്നു എന്നാണ്. എങ്കിൽ പ്രയാസം വരുന്ന സമയത്ത് അല്ലാഹ് എന്നാണ് ഒരു മനുഷ്യന്റെ, ഒരു വിശ്വാസിയുടെ കൽബിൽ ഉയരുന്ന ആദ്യത്തെ വാക്ക്. തന്റെ റബ്ബുമായുള്ള ബന്ധത്തിൽ എന്റെ റബ്ബ് എനിക്ക് വിധിച്ചു വെച്ചതാണിത്, അള്ളാഹുവേ നീയാണ് ഞങ്ങളുടെ ഉടമസ്ഥൻ, നിന്നിലേക്കാണ് ഞങ്ങൾ തിരിച്ചു വരേണ്ടത്, നീ എനിക്ക് വെച്ച മുസീബത്താണ് എന്ന് അയാൾക്ക് ബോധ്യമാവുകയും തന്റെ റബ്ബിനെ കുറിച്ചുള്ള ചിന്ത കടന്നു വരികയും ചെയ്യും. അങ്ങനെ വന്നാൽ എന്താ അറിയോ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണം, റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ ഒരാളുടെ കൽബിലേക്ക് വന്നാൽ അയാളുടെ കൽബ് സമാധാനത്തിലാകും, ശാന്തമാകും, ആരോടും ദേഷ്യം ഉണ്ടാവില്ല, വെറുപ്പ് വരൂല. തനിക്ക് വന്ന മുസീബത്തിനെ കുറിച്ച് അയാൾ ശകാരിക്കില്ല, ആ വിധിയെ അയാൾ ആക്ഷേപിക്കില്ല, മറിച്ച് അയാൾ സമാധാനത്തിലേക്ക് എത്തും. എൻ്റെ റബ്ബ് എനിക്ക് തീരുമാനിച്ചതാണെന്ന്. ഞാനൊരു 4 ഇടങ്ങളെ കുറിച്ച് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞതാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഈ 4 ഇടങ്ങളെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എനിക്ക് എൻ്റെ റബ്ബുമായി ബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടാൻ പറ്റുന്ന 4 ഇടങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അള്ളാഹുവുമായുള്ള ബന്ധമാണ് ഏറ്റവും സുദൃഢമാക്കേണ്ടത്. റബ്ബിനോടുള്ള ഇഷ്ടമാണ് ഏറ്റവും അധികം പ്രകടമാവേണ്ടത്. നമ്മുടെ കൽബിൽ ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കേണ്ടതും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹും ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യ സമൂഹത്തിന്റെ മാർഗദർശനമായി അള്ളാഹു അവതരിപ്പിച്ചതാണ് പരിശുദ്ധ ഖുർആൻ. മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം
അവന്റെ ജീവിതത്തിലെ ഏത് കാര്യങ്ങൾക്കുമുള്ള മറുപടിയാണ്. വിശ്വാസ, കർമ്മ, ആചാര, അനുഷ്ഠാന മേഖലകളിൽ കൃത്യമായ മാർഗദർശനമാണ് ഖുർആൻ. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മാർഗദർശനത്തെക്കാളും വലിയൊരു മാർഗദർശനം പറയാൻ ലോകത്തൊരു വേദഗ്രന്ഥത്തിനും ഒരു ചിന്തകനും ഒരു സാമൂഹിക പരിഷ്കർത്താവിനും സാധ്യമല്ല. 14 നൂറ്റാണ്ടുകളായി പരിശുദ്ധ ഖുർആൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അത്യുന്നതമായ പ്രവർത്തനങ്ങളെ ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വിശ്വാസികൾ എന്ന നിലയ്ക്ക് നാം ഖുർആനെ അടുത്തറിയണം. ഇതാ നിങ്ങൾക്കൊരു ഖുർആൻ വന്നിരിക്കുന്നു. ശിഫാ വറഹ്മ, നൂർ വബുർഹാൻ, ഹുദൻ വൽ ഫുർഖാൻ വൽ ബയാൻ. ധാരാളം പേരുകൾ ഖുർആൻ. നാം അറിയണം, ഖുർആനിനെ അടുത്ത് മനസ്സിലാക്കണം. ഖുർആനെ മനസ്സിലാക്കുക എന്നത് വലിയ സന്തോഷമുള്ള, വലിയ ആനന്ദമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നത് ഏറ്റവും ഉന്നതമായ പ്രവർത്തനവുമാണ്. ഖുർആൻ പഠിക്കുക, ഖുർആൻ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിനെ ജനകീയമാക്കുക എന്ന ഒരു ലക്ഷ്യത്തിലാണ് AP അസ്ലം ഹോളി ഖുർആൻ അവാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രവർത്തനം നമ്മുടെ കേരളത്തിലുടനീളം നടക്കുന്നു. എല്ലാ വിഭാഗം ആളുകളിലേക്ക്, അഥവാ മുസ്ലിം സമൂഹത്തിലെ എല്ലാവരുമായും, അതിൽ സംഘടന, ഗ്രൂപ്പ്, വൈജാത്യങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും ഉൾക്കൊണ്ട് പരിശുദ്ധ ഖുർആനിനെ ജനകീയമായി അതിന്റെ പഠനത്തിലേക്കും അതിന്റെ ആശയധാരയിലേക്കും ഖുർആനിന്റെ സുന്ദരമായ പാരായണത്തിലേക്കും ഒക്കെ സമൂഹത്തെ കൊണ്ടുവരാനും എല്ലാവരിലേക്കും അത് എത്തിക്കാനുമാണ് ഇത്തരമൊരു പ്രക്രിയ, ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്തുള്ള കടുങ്ങാത്തുകുണ്ട്, അവിടെ അൻസാർ അറബിക് കോളേജിന്റെ ആ ക്യാമ്പസിൽ വെച്ചിട്ടാണ് ഈ പ്രാവശ്യം അതിന്റെ ഫൈനൽ മത്സരം നടക്കുന്നത്. ഖുർആൻ സമ്മേളനവും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ഡിസംബർ 23, 24 അഥവാ ചൊവ്വയും ബുധനും, ആ 2 ദിവസം പെൺകുട്ടികളടക്കം, അഥവാ 23-ന് പെൺകുട്ടികളുടെ മത്സരങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ ആൺകുട്ടികളുടെ മത്സരങ്ങൾ, അതുപോലെ തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രബന്ധങ്ങൾ, അങ്ങനെ തുടങ്ങുന്ന വിഷയങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സാധിക്കുമെങ്കിൽ ഈ 2 ദിവസങ്ങളിൽ അല്ലെങ്കിൽ 24-ന്റെ അന്നെങ്കിലും നിങ്ങൾ അങ്ങോട്ട് എത്തുകയാണെങ്കിൽ വളവന്നൂരിൽ അൻസാർ ക്യാമ്പസിലേക്ക് അത് പോയാൽ ഖുർആനിനെ അടുത്തറിയാനും മനസ്സിലാക്കാനും കിട്ടുന്നൊരു വലിയ അവസരമാണ്. ഇൻഷാ അല്ലാഹ് കഴിയുന്നവർ ആ പരിപാടിയിൽ സംബന്ധിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് പ്രിയപ്പെട്ടവരെ, കേന്ദ്ര പള്ളി ഫണ്ടാണ് എന്ന് പറഞ്ഞ് കേരള നേതൃത്വ മുജാഹിദീൻ എന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക സംഘടന, കേരളത്തിലെ ധാരാളം പള്ളികൾ, അതുപോലെ തന്നെ പള്ളികളുടെ അറ്റകുറ്റപ്പണികൾ, അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു ഫണ്ടാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോരുത്തരും നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ ആ അള്ളാഹുവിന്റെ പള്ളികൾക്ക് വേണ്ടിയുള്ള സദഖയിൽ പങ്കാളികളാകണം എന്നുണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയി തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ അള്ളാഹു അവർക്ക് സഹായം അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.